സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി സക്സസ്ഫുൾ ആകുന്ന എപ്പോഴാണെന്നറിയാമോ? ഈശോയെ ലഭിച്ച ഒരു വ്യക്തിക്ക് സ്വർഗം സക്സസ്, അതായത് നീ സക്സസ്ഫുൾ ആണ് സ്വർഗം നിന്നെ നോക്കി പറയും. നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനുഷ്യർ സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഭൂമിയിലെ പല അക്കംപ്ലിഷ്മെൻറ്റും പല കാര്യങ്ങളും നോക്കിയിട്ടാണ്. എന്നാൽ സ്വർഗം ഒരാളെ സക്സസ്ഫുൾ എന്ന് വിളിക്കുന്നത് ആ വ്യക്തിക്ക് ഈശോയുണ്ടോ, ഈശോയിലാണോ, ഈശോയുടെ ആ സ്നേഹത്തെ എത്രമാത്രം, അല്ലെങ്കിൽ ഈശോ ഉള്ള വ്യക്തിയാണ്. വേറെ ഒന്നും നോക്കുന്നില്ല, വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. അമ്മ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നു, അല്ലേ? ദൈവത്തിൻ്റെ അമ്മയാകുവാനുള്ള വലിയ വിളിയിലേക്ക് സ്വർഗം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന് മുൻപിൽ അമ്മ ഇപ്രകാരം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഈശോയുടെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? അതായത് ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണം, സ്വർഗം നിങ്ങളെ ഈശോയെ ലഭിച്ച നിങ്ങളെ സക്സസ്ഫുള്ളായി കാണുന്നു. അപ്പോൾ തന്നെ അമ്മ മാതാവ് നൽകുന്നൊരു മാതൃകയുണ്ട്, എളിമയുടെ മാതൃക. ഈശോയെ ലഭിച്ച നിങ്ങൾ സ്വർഗത്തിൻ്റെ കണ്ണിൽ സക്സസ്ഫുള്ളാണ്. എന്നാൽ ആ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പരിപൂർണ മനുഷ്യനായി കടന്നു വന്നു. അപ്പോൾ തന്നെ പരിപൂർണ ദൈവമായിരുന്നു. മാനുഷികമായി നമ്മളൊക്കെ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലൂടെ കടന്നുപോയി. എന്നാൽ അപ്പോൾ തന്നെ പരിപൂർണ ദൈവവുമായിരുന്നു. ഇന്ന് ഈശോനെ ലഭിച്ച നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുന്ന ദൈവമാകുന്ന ഈശോ നിനക്ക് വേണ്ടി തൻ്റെ സർവ്വശക്തിയിലൂടെ ചില പ്രവൃത്തികളെ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നീ ചെയ്യേണ്ട ഒന്ന് മാത്രം, അമ്മ മാതാവിനെ പോലെ എളിമയോടെ പറയുക, കർത്താവേ, എൻ്റെ ഒരു യോഗ്യതകൾ കൊണ്ടുമല്ല, നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി ബലിയായി തന്നതിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. നിൻ്റെ ആ സ്നേഹത്തിന് മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുമാറാകട്ടെ. കർത്താവ് സ്വർഗം നിന്നെ കാണുന്നത് ഈശോയുള്ള നീ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ടാണ്. ഗോഡ് ബ്ലെസ് യു.